അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപം ഉൾക്കടലിൽ ചരക്കു കപ്പലിന് തീപിടിച്ചു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്ന വിവരമാണ് പ്രാഥമികമായി വരുന്നത്. 40ഓളം ജീവനക്കാർ കപ്പലിലുണ്ട് എന്നും സൂചനകൾ വരുന്നുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കപ്പലിൽ എത്ര ആളുകളുണ്ട്? അതിൻ്റെയൊക്കെ ഒരു കൃത്യതയാർന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. കപ്പലിൽ ചരക്കു കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 45 മൈൽ അകലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. കപ്പലിൽ 40ഓളം ജീവനക്കാർ ഉണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണിത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. വിജയകുമാർ, ഈ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ഒക്കെ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മിഥില? അതോ അവർ വിവരം അറിഞ്ഞ് അവിടേക്ക് പോകുന്നതേ ഉള്ളൂ? എന്താണ് ഈ ഏജൻസികളുടെയൊക്കെ പക്കൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് അവർ അങ്ങോട്ട് തിരിച്ചു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് പറയുന്നു. ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 45 മൈൽ അകലെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ 40-ലധികം ജീവനക്കാരുണ്ട്. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്കു കപ്പലാണിത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപം ഉൾക്കടലിലാണ് ഈ ചരക്ക് കപ്പലിൽ തീപിടിച്ചിരിക്കുന്നത്. അത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഒരു ചരക്ക് കപ്പൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ കണ്ടെയ്നറുകളിൽ കുറേ കടലിലേക്ക് വീണു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു എന്നതിൽ ഒരു വ്യക്തതയില്ല. 40ഓളം ജീവനക്കാരുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. നമുക്കറിയാം, അറബിക്കടലിൽ നേരത്തെ ഒരു കണ്ടെയ്നർ കപ്പൽ മുങ്ങി, അതിലെ കണ്ടെയ്നറുകൾ കടലിൽ വീണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ നേരിടുകയും അതിനെ അഭിസംബോധന ചെയ്യുകയുമാണ് ഇപ്പോൾ. അതിനിടെയാണ് വീണ്ടും ഒരു അപകടത്തിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ് സംഭവിച്ചത്, അതിൽ ഉണ്ടായിരുന്നത് എന്താണ്, ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്താണ് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമികമായി വരുന്ന വിവരം അതിലുള്ള 50 കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നുള്ളതാണ്. കൊളംബോയിൽ നിന്ന് അത് മുംബൈയിലേക്ക് വരികയായിരുന്നു ഈ കപ്പൽ എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്താണ് അതിന് സംഭവിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിൽ ഇപ്പോൾ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന കപ്പൽ എങ്ങനെയാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി വരാൻ ഒരുപക്ഷെ അതിലൊരു വ്യക്തത വരാൻ മണിക്കൂറുകൾ എടുത്തേക്കും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇതെങ്ങനെ ഈ ഒരു അപകടമുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചരക്കു കപ്പലിൽ തീപിടുത്തമുണ്ടായി എന്നത് മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഇത് ബേപ്പൂർ തുറമുഖത്ത് നിന്നും 45 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ചരക്കു കപ്പലാണ്. അതിൽ 40-ലധികം ജീവനക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ എങ്ങനെ ഈ ഒരു അപകടമുണ്ടായി, അല്ലെങ്കിൽ എന്താണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പൽ എന്ന വിവരമാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വിജയകുമാർ, അതിലെ ജീവനക്കാർക്ക് എന്ത് സംഭവിച്ചു, അവർ രക്ഷപ്പെടാൻ കടലിലേക്ക് ചാടിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. അതൊരു സിംഗപ്പൂരിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൻ്റെ കപ്പലാണ് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിൽ ഒരു പക്ഷേ സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരെ ഈ കടലിലേക്കൊക്കെ ചാടിയ നാവികരെ രക്ഷപ്പെടുത്തുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീപിടിച്ചതിനെ തുടർന്നാണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ നാവികർ കടലിലേക്ക് തന്നെ ചാടിയിട്ടുണ്ടാകണം. അതിൽ അവരെ സുരക്ഷിതരാക്കി കരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ക്രമീകരണങ്ങൾ അതിൽ കപ്പലിൽ തന്നെ ഉള്ളത് ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നു എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ബേപ്പൂർ അഴീക്കൽ അല്ലെങ്കിൽ ആ തീരത്തിന് സമീപം ആണ് ഈ അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുംബൈയിലേക്ക് വരികയായിരുന്നു ആ കണ്ടെയ്നർ ഷിപ്പ്. അതിലെ 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40ഓളം ജീവനക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അവരെ
തീരത്തേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും തുടങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി അവിടെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇതിൽ ഒരുപക്ഷെ നാവികസേനയോ കോസ്റ്റ് ഗാർഡോ ഔദ്യോഗികമായി അവർ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നതൊരു അറിയിക്കേണ്ടത് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും. അതിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അറബിക്കടലിൽ കണ്ടെയ്നർ കപ്പൽ മുങ്ങി അതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളൊക്കെ വന്നത് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ്. അപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരാൻ കുറേ സമയമെടുക്കും. തന്നെയുമല്ല, ഇത് എന്തൊക്കെയാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത്, നമ്മൾ ഈ അറബിക്കടലിൽ മുങ്ങിയ കണ്ടെയ്നറിലെ ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ സംബന്ധിച്ചത് 2 ദിവസമായതേ ഉള്ളൂ സർക്കാർ അതിൻ്റെ കണക്കുകൾ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതും ഹൈക്കോടതി പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ അറിയാൻ കുറേ മണിക്കൂറുകളോ ഒരുപക്ഷെ ദിവസങ്ങളോ വേണ്ടി വന്നേക്കാം. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനം അതിലുള്ള നാവികരെ സുരക്ഷിതരായി തീരത്തെത്തിക്കുക എന്നതാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ അതിനായിരിക്കുമല്ലോ ഈ ഘട്ടത്തിൽ വലിയ പരിഗണന ഇപ്പോൾ നൽകുന്നത്, അല്ലേ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വിവരങ്ങൾ ഇങ്ങനെയാണ്. ബേപ്പൂരിൽ നിന്നും 70 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് കണ്ണൂർ ഏഴിമലയിൽ നിന്നും 40 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിൽ വെച്ച് വാൻഹായ് ചൈനീസ് കണ്ടെയ്നർ ഷിപ്പാണ്, കപ്പലാണ് തീപിടിച്ചത്. ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നിലവിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വിവരം എന്നത്. ബേപ്പൂരിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ്, കണ്ണൂർ ഏഴിമലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ്. ഇങ്ങനെയാണ് ഈ കപ്പൽ അപകടമുണ്ടായ പൊസിഷൻ. നിലവിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക വിവരം ലഭ്യമായാൽ മാത്രമേ എങ്ങനെ ഈ ഒരു അപകടമുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കാരണം അവിടെ എത്തി ആ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായുള്ള ഒരു റിപ്പോർട്ട് കോസ്റ്റ് ഗാർഡിനോ അല്ലെങ്കിൽ നേവിക്കോ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. നിലവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. 40-ലധികം ജീവനക്കാർ അതിലുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ അപകടം നടന്ന മേഖല സംബന്ധിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ വരുന്നുണ്ട്. ബേപ്പൂരിൽ നിന്ന് 70 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ്, കണ്ണൂർ ഏഴിമലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് അറബിക്കടലിൽ വെച്ച് വാൻഹായ് ചൈനീസ് കണ്ടെയ്നർ ഷിപ്പിന് തീപിടിച്ചു. ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് പോയിട്ടുണ്ട്. നേവിയും അവിടേക്ക് പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം, അതായത് ഈ ജീവനക്കാരെ നാവികരെ സുരക്ഷിതരായി കരയിലെത്തിക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്ക് നാവികസേനയും കോസ്റ്റ് ഗാർഡും കടന്നിട്ടുണ്ട് എന്നാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വിവരങ്ങൾ. അതിൽ നിരവധി നാവികർ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. കപ്പൽ തീപിടിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാനായി നാവികർ കടലിലേക്ക് ചാടിയിട്ടുണ്ട്. അവരെ തീരത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക്, അതിൽ രക്ഷാദൗത്യത്തിലേക്ക് നാവികസേനയും കോസ്റ്റ് ഗാർഡും കടന്നിട്ടുണ്ട്.